iFlow Honey Magic Oven, co-powered by Tasty Nibbles and V-Guard Kitchen Appliances-ലേക്ക് സ്വാഗതം. ഇങ്ങനെ കേരളം ഒന്നാകെ ഓണമെല്ലാം ആഘോഷിച്ചൊരു ഓണത്തിൻ്റെ ആ ഒരു തിമിർപ്പെല്ലാം കഴിഞ്ഞിട്ട് നമ്മുടെ ഒരു ആഘോഷമാണല്ലോ ഓണം. അതെല്ലാം കഴിഞ്ഞപ്പോൾ നമ്മൾ വീണ്ടും പൂർവ്വസ്ഥിതിയിലെത്തിയിരിക്കുകയാണ്. അപ്പോൾ മാജിക് ഓവൻ എത്തുന്നു. അപ്പോൾ ഇന്നും നമ്മൾ വ്യത്യസ്തമായ 2 വിഭവങ്ങളാണ് തയ്യാറാക്കുന്നത്. ഈ വ്യത്യസ്തമായ വിഭവങ്ങളെന്ന് പറയുമ്പോൾ ചില കാര്യങ്ങളൊക്കെ നമുക്ക് വളരെയധികം പരിചിതമായ കാര്യങ്ങളായിരിക്കും. ഒരു പക്ഷേ ഹോട്ടൽസിലൊക്കെ പോയി ആയിരിക്കും നമ്മൾ, അല്ലെങ്കിൽ ഏതെങ്കിലും റെസ്റ്റോറൻറ്റിൽ പോയിട്ട് ഓർഡർ ചെയ്ത് കഴിക്കുന്ന കാര്യമായിരിക്കും. എന്നാൽ ചില വീടുകളിലൊക്കെ അത് സ്ഥിരമായി ഉണ്ടാക്കുന്നതാകാം. പക്ഷെ അറിഞ്ഞുകൂടാത്ത ഒരുപാട് ആൾക്കാരുണ്ടാവും അത്തരം വിഭവങ്ങൾ. എന്നാൽ ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ് എന്നുള്ളതാണ് സത്യം. ഞാൻ ഈ പറഞ്ഞു വരുന്ന ഒരു പുഡിങ്ങിൻ്റെ കാര്യമാണ്. അപ്പോൾ ഒരു ഡെസേർട്ട് ഐറ്റം, അവസാനം നമ്മളൊരു മധുരം കഴിക്കുന്ന കാര്യമാണ്. മധുരം എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഓണ സമയത്തൊക്കെ നമ്മൾ എന്തായിരുന്നു കഴിച്ചത്? പായസമാണ് ഏറ്റവും കൂടുതൽ കഴിച്ചല്ലേ. അപ്പോൾ അതിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഒരു പക്ഷേ ഈ ഒരു പുഡിങ് നമുക്ക് ഹോട്ട് പുഡിംഗ് ആയിട്ടും കഴിക്കാം, കോൾഡ് പുഡിംഗ് ആയിട്ടും കഴിക്കാം. അതായത് തണുപ്പിച്ചും കഴിക്കാം, ചൂടോടുകൂടിയും കഴിക്കാം. ഇതെല്ലാവർക്കും ഇഷ്ടമുള്ളൊരു കാര്യമാണ്. ഏറ്റവും കോമൺ ആയിട്ട് പറയുന്ന ഒരു പേരാണത്. ഇത് 2 രീതിയിൽ പറഞ്ഞ് കേൾക്കുന്നുണ്ട്. അതായത് ഒന്ന് കാരമൽ കസ്റ്റർഡ് എന്ന് പറയും, അതല്ലെങ്കിൽ ക്രീം കാരമൽ എന്നും പറയും. ഇത് രണ്ടും ഏതാണ്ട് ഒന്ന് തന്നെയാണ്. പിന്നെ മാജിക് അവനിൽ തന്നെ കാരമൽ കസ്റ്റർഡ് ഒരു പ്രാവശ്യം നമ്മൾ തയ്യാറാക്കി കാണിച്ചിട്ടുണ്ട്. അതായത് മാജിക് അവൻ്റെ ഒരു തുടക്കകാലത്ത്, ഒരു പക്ഷേ ഒരുപാട് കാലം കഴിഞ്ഞില്ലേ ഇപ്പോൾ. മാത്രമല്ല ഇത് വ്യത്യസ്തമായ രീതിയിൽ, അത് നമ്മൾ സ്റ്റീം ചെയ്ത ഒരു കാരമൽ കസ്റ്റർഡാണ് അന്ന് തയ്യാറാക്കിയത്. ഇന്ന് നമ്മൾ സ്റ്റീം ചെയ്തല്ല ചെയ്യുന്നത്. അപ്പോൾ കുറച്ചുകൂടി ഡിഫറെൻ്റ് ആയിട്ട്, ഇപ്പോൾ കാലം കുറേ കഴിഞ്ഞില്ലേ, അപ്പോൾ കുറച്ചുകൂടെ മാറ്റങ്ങളും ഉണ്ടാകും. അപ്പോൾ ഇനി എങ്ങനെയാണത്, പിന്നെ ഒരു ഇലക്ട്രിക് അവനിൽ അത് എങ്ങനെ ബേക്ക് ചെയ്ത് തയ്യാറാക്കാമെന്ന് കാണാം. ക്രീം കാരമൽ ബേക്ക് ചെയ്തുണ്ടാക്കുന്നു. പക്ഷേ ഇതേ റെസിപ്പി ഇതേപോലെ തന്നെ നിങ്ങൾക്ക് സ്റ്റീം ചെയ്തും ആവിയിലും വേവിച്ചെടുക്കാം. ചെറിയ മാറ്റങ്ങളോടുകൂടി ആണ് നമ്മളിപ്പോൾ ഇത് ചെയ്യുന്നത്. അപ്പോൾ ഈ ക്രീം കാരമൽ എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ഇതിന് വേണ്ട ചേരുവകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. പശുവിൻ പാൽ 1/2 ലിറ്റർ, മുട്ട 4 എണ്ണം, പഞ്ചസാര 1/2 കപ്പ്, മിൽക്ക് പൗഡർ 4 ടേബിൾ സ്പൂൺ, വാനില എസൻസ് 1 ടീസ്പൂൺ. അപ്പോൾ നമ്മൾക്കിനി ക്രീം കാരമൽ തയ്യാറാക്കി തുടങ്ങാം. ക്രീം കാരമലിന് വളരെ കുറച്ച് കാര്യങ്ങൾ മതി, വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയൊരു കാര്യമാണ്. ഇപ്പോൾ ഞാനൊരു 1/2 ലിറ്റർ പാല്, 1/2 ലിറ്റർ പാൽ ഏകദേശം 2.5 കപ്പ്, 240 ml കപ്പാണെങ്കിൽ 2.5 കപ്പോളം വരും. പിന്നെ 4 വലിയ മുട്ട, പിന്നെ പഞ്ചസാര ഞാൻ 1.5 കപ്പാണ് പറഞ്ഞിരിക്കുന്നത്. ഈ 1.5 കപ്പ് എന്ന് പറയുമ്പോൾ അതിൻ്റെ പകുതി നമ്മൾ കാരമലൈസ് ചെയ്യാനായിട്ട് വേണം, ബാക്കി പകുതി നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് യോജിപ്പിക്കുക. അപ്പോൾ പഞ്ചസാരയെ ഞാൻ 2ആയിട്ട് വേർതിരിച്ച് വെച്ചിട്ടുണ്ട്. 1/4 കപ്പ് ഈ പുഡിങ്ങിൽ ചേർക്കാനും 1/4 കപ്പ് കാരമലൈസ് ചെയ്യാനും വേണ്ടിയിട്ട്. അപ്പോൾ ഒരു കാരമൽ ഉണ്ടാക്കണം, ക്രീം കാരമൽ അല്ലേ, അപ്പോൾ ഒരു കാരമൽ ഉണ്ടാക്കണം. അത് കഴിഞ്ഞിട്ടാണ് പുഡിങ്ങിൻ്റെ മിക്സ് നമ്മൾ ഉണ്ടാക്കിയിട്ട് അതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചിട്ട് നമ്മളൊന്ന് ബേക്ക് ചെയ്തെടുക്കുന്നു. ഇതാണ് അതിൻ്റെ ഒരു പ്രോസസ്സ്. പിന്നെ ഇപ്പോൾ പ്രധാനമായിട്ട് പറഞ്ഞത് 1/2 ലിറ്റർ പാൽ. അപ്പോൾ ഫുൾ ക്രീം മിൽക്കാണെങ്കിൽ ഏറ്റവും നല്ലത്, നല്ല കൊഴുപ്പുള്ള പാലാണെങ്കിൽ ഏറ്റവും നല്ലത്. അതല്ലെങ്കിലും കുഴപ്പമില്ല, നമ്മളത് കൊഴുപ്പുള്ള പാലാക്കുന്നതിനുള്ള ടെക്നിക്കാണ് നമ്മൾ മിൽക്ക് പൗഡർ ചേർക്കും. അപ്പോൾ നമ്മുടെ നാട്ടിൽ കിട്ടുന്ന പാൽപ്പൊടിയാണെങ്കിൽ ഒരു 4 ടേബിൾ സ്പൂൺ, അതല്ല പുറത്തുനിന്ന് വരുന്ന ഇപ്പോൾ നിഡോ പോലെയൊക്കെ ഉള്ള പാൽപ്പൊടിയാണെങ്കിൽ ഒരു 2 ടേബിൾ സ്പൂൺ മതിയാകും. എന്തായാലും ആദ്യം നമ്മളൊരു 4 മുട്ട ഒരു പാത്രത്തിലേക്ക് മാറ്റാം. മുട്ടയുടെ മഞ്ഞയും വെള്ളയും ഒന്നിച്ച്, അതിൻ്റെ കൂടെ നമ്മളൊരു 1/4 കപ്പ് പഞ്ചസാര, പിന്നെന്താ 4 ടേബിൾ സ്പൂൺ പാൽപ്പൊടി, ഇതെല്ലാം കൂടി ചേർത്തിട്ട് യോജിപ്പിച്ചാൽ മതി, മിക്സ് ചെയ്യാം. പിന്നെ ഇങ്ങനെ പാല് കുറേശ്ശെ ഒഴിച്ച് കൊടുത്തിട്ട് ഇതെല്ലാം കൂടി ഒന്ന് നന്നായിട്ടൊന്ന് യോജിപ്പിക്കാം. ഇത് ബ്ലെൻഡർ ആകാം, അല്ലെങ്കിൽ മിക്സിയിലിട്ട് അടിച്ചാലും മതിയാകും. മിക്സിയിൽ എല്ലാം കൂടി ചേർത്തിട്ട് ഈ പാലും കൂടി ചേർത്തിട്ട് ഒരു 2 അടി അടിച്ചു കഴിഞ്ഞാൽ എല്ലാം കൂടി നന്നായിട്ട് യോജിച്ച് കിട്ടും. മിക്സിക്ക് പകരം ഞാൻ ഹാൻഡ് ബ്ലെൻഡർ ഉപയോഗിക്കുന്നതേ ഉള്ളൂ. ഇത്രേ ഉള്ളൂ മിക്സിങ്. അപ്പോൾ എല്ലാം കൂടി നന്നായിട്ടൊന്ന് യോജിച്ച് കഴിഞ്ഞു. ഇനി ലാസ്റ്റ് ഒരു കാര്യം എന്താണ്, 1 ടീസ്പൂൺ വാനില എസൻസ്, അതും കൂടി ചേർക്കാം. വാനില എസൻസ് ഒരു ഫ്ലേവർ. ഇതല്ലാന്നുണ്ടെങ്കിൽ ചിലർക്ക് ഇപ്പോൾ ഈ ക്രീം കാരമലിനും ഇപ്പോൾ കാരമൽ കസ്റ്റർഡൊക്കെ ആണെങ്കിൽ കുറച്ച് ഒരു ജാതിക്കയുടെ ഒരു എന്താ പറയുക, നട്ട്മെഗ് ഫ്ലേവർ നല്ലതാണ്, ജാതിക്കയുടെ ഒരു മണം നല്ലതാണ്. അപ്പോൾ വേണമെങ്കിൽ ഒരല്പം ജാതിക്ക പൊടിച്ചത് വേണമെങ്കിലും ഇതിൻ്റെ കൂടെ ചേർക്കാം. എന്തായാലും ഈ ഒരു മിക്സിംഗ് എന്ന് പറയുമ്പോൾ മിക്സിയിലിട്ട് അടിക്കുകയാണെങ്കിലും എല്ലാം കൂടി
പെട്ടെന്ന് തന്നെ യോജിച്ച് കിട്ടും. പഞ്ചസാര നന്നായിട്ട് അലിയണം, ഇതെല്ലാം പിന്നെ കട്ടയൊന്നും ഉണ്ടാകാതെ നല്ലതായിട്ടൊന്നും എടുക്കുന്നു. ഇപ്പോൾ ഇത് പാൽപ്പൊടി എല്ലാം കൂടി ചേർത്തിട്ടല്ല നമ്മൾ ചെയ്തത്. അതുപോലെ തന്നെ ഇപ്പോൾ ഞാനിപ്പോൾ ബ്ലെൻഡർ ഉപയോഗിച്ചെന്നുള്ളൂ, എല്ലാം കൂടി നന്നായിട്ട് യോജിച്ച് കഴിഞ്ഞു. ഇനി ഇതൊരു സൈഡിലേക്ക് മാറ്റി വയ്ക്കുന്നു. അവസാനം നമ്മളിത് അരിച്ചാണ് ഒഴിക്കാൻ പോകുന്നത്. ഇതൊരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. അപ്പോൾ അടുപ്പ് കത്തിച്ചിട്ട്, അപ്പോൾ ചൂട് കട്ടിയുള്ള ഒരു ഫ്രൈയിങ് പാനോ അല്ലെങ്കിൽ ഒരു പാത്രം, കടായി ടൈപ്പ് ആണെങ്കിൽ കുഴപ്പമില്ല, അതിലേക്ക് പഞ്ചസാര, അപ്പോൾ 1/4 കപ്പ് പഞ്ചസാര നമ്മൾ ആ പാൽക്കൂട്ടിൻ്റെ കൂടെ യോജിപ്പിച്ചു. ഇത് കാരമലൈസ് ചെയ്യാനുള്ള 1/4 കപ്പ് പഞ്ചസാര. ഇതൊരു ഇളം ഗോൾഡൻ ബ്രൗൺ കളറായിട്ടൊന്ന് മെൽറ്റായി വരണം. അതാണ് നമ്മളുടെ കാരമൽ. പിന്നെ ഇത് ഏത് തരം മോൾഡിലും ഏത് തരം പാത്രത്തിലും നിങ്ങൾക്ക് ബേക്ക് ചെയ്യാം. അപ്പോൾ ഞാനിത് ഇച്ചിരി പരന്ന ഒരു പാത്രമാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് തീരുമാനിക്കാം ഏത് ടൈപ്പ് പാത്രത്തിലാണ് നമ്മൾ, അല്ലെങ്കിൽ ഏത് ടൈപ്പ് മോൾഡിലാണ് നമ്മൾ പുഡിങ് ഉണ്ടാക്കുന്നത്, ക്രീം കാരമൽ. ഇതിൽ നമ്മൾ തവിയൊന്നും വെച്ചൊന്നും ഇളക്കണ്ട, അതൊന്ന് ചെറിയ തീയിൽ കിടന്ന് മെൽറ്റ് ചെയ്ത് അലിഞ്ഞ് അതിൻ്റെ നിറം മാറി ഒരു ഗോൾഡൻ ബ്രൗൺ കളറായി വരട്ടെ. അപ്പോൾ നമ്മുടെ പഞ്ചസാര നന്നായിട്ട് അലിഞ്ഞു കഴിഞ്ഞു. 1/4 കപ്പ് പഞ്ചസാര കാരമലൈസ് ചെയ്യാനായിട്ട് ഇട്ടു. വെള്ളം ഒന്നും ചേർത്തിട്ടില്ല, അതിൽ കിടന്ന് അലിഞ്ഞ് ഒരു ഗോൾഡൻ ബ്രൗൺ കളറായി. ഇനി നമ്മൾ ഏത് പാത്രം, ഏത് മോൾഡിലാണ് നമ്മൾ പുഡിങ് ഉണ്ടാക്കുന്നത് അതിലേക്ക് മാറ്റണം. ചൂട് കാരമൽ, അപ്പോൾ നമ്മളുടെ ക്രീം കാരമലിൻ്റെ ഫസ്റ്റ് സ്റ്റേജ് കഴിഞ്ഞു. നമ്മൾ കാരമലൈസ് ചെയ്ത പഞ്ചസാര 1/4 കപ്പ് കാരമൽ കളറായി അത് ഇതിലേക്ക് ഒഴിച്ചു വെച്ചു, ഈ മോൾഡിലേക്ക്, ഈ പാത്രത്തിലേക്ക്. ഇപ്പോൾ അതെ നന്നായിട്ട് ഉറച്ചു. ഏതാണ്ട് കണ്ണാടി, നമ്മുടെ കണ്ണാടിയൊക്കെ ഇല്ലേ സാറിന്, ഇതുപോലെ ഗ്ലാസ് പാത്രങ്ങൾ പോലെ തന്നെ അത്രത്തോളം ഒരു ഗ്ലാസ് പോലെ ഉറച്ചു കഴിഞ്ഞു. അപ്പോൾ ഇങ്ങനെയൊന്നും ആക്കിയാലൊന്നും താഴെ വീഴത്തൊന്നുമില്ല, ഭയങ്കര കറക്റ്റായിട്ടിരിക്കുവാണ്. ഇനി എന്താണ്, ഇനി നമ്മളുടെ ക്രീം കാരമലിന് വേണ്ട പുഡിംഗ് മിക്സും ഇവിടെ റെഡിയാണ്. ഇനി ഇത് ഇലക്ട്രിക് അവനിൽ നമ്മൾ ബേക്ക് ചെയ്തെടുക്കാൻ പോകണം. അപ്പോൾ അതൊരു വാട്ടർ ബാത്തിലാണ് നമ്മൾ ചെയ്യുന്നത്. വാട്ടർ ബാത്ത് എന്ന് പറയുമ്പോൾ നമ്മൾ ഇതിലേക്ക് ഈ പാത്രം വേറൊരു പാത്രത്തിൻ്റെ ഉള്ളിലേക്ക് ഇറക്കി വെച്ചിട്ട് ഈ താഴത്തെ പാത്രത്തിനകത്ത് കുറച്ച് വെള്ളവും ഒഴിച്ചിട്ടാണ് വയ്ക്കുന്നത്. അപ്പോൾ താഴത്തെ പാത്രത്തിൽ കുറച്ച് ചെറിയ ചൂടുവെള്ളമാണെങ്കിൽ കുഴപ്പമില്ല, കുറച്ച് വെള്ളം വയ്ക്കാം. ഓവനിൽ വയ്ക്കുമ്പോൾ ഒന്ന് ചൂടാകുമല്ലോ, അപ്പോൾ ഇത് വെള്ളം തിളച്ച് പുറത്തേക്ക് പോകാനുള്ള അത്രയും വെള്ളം വയ്ക്കരുത്, ഏതാണ്ട് ഇതിൻ്റെ ഒരു പകുതി വഴി. ഓക്കെ, ഇതിൻ്റെ മുകളിലേക്ക് നമ്മുടെ മിക്സ്, പുഡിങ്ങിൻ്റെ മിക്സ് ഒഴിക്കും. അപ്പോൾ ഒട്ടും തന്നെ തരിയോ പൊടിയോ ഒന്നും തന്നെ കാണില്ല, അതൊന്നും ഇല്ല ആക്ച്വലി. എങ്കിലും കുറച്ചുകൂടെ നമ്മളൊന്ന് സേഫ് ആക്കുന്നു. ഇനി നമ്മൾ പുഡിങ് ക്രീം കാരമലിന് വേണ്ട കാര്യങ്ങളെല്ലാം ചേരുവകളും യോജിപ്പിച്ച് കഴിഞ്ഞു. ഇനി പാത്രം മൂടി കെട്ടുക ഒന്നും വേണ്ട. അപ്പോൾ നമ്മൾ ടെമ്പറേച്ചർ സെറ്റ് ചെയ്തു 180 ഡിഗ്രി, 180 ഡിഗ്രി ചൂടിൽ ഏതാണ്ട് ഒരു അരമണിക്കൂർ, 30 to 40 minutes അതിനകത്തേക്ക് വയ്ക്കും. ഞാനൊരു പുതിയൊരു ഇലക്ട്രിക് അവൻ മേടിച്ച് കഴിഞ്ഞു. അപ്പോൾ അതിലാണ് നമ്മൾ ഇപ്രാവശ്യം ബേക്ക് ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും വെയിറ്റ് ചെയ്യുക. അപ്പോൾ നമ്മളുടെ ക്രീം കാരമൽ ഇവിടെ റെഡിയായി കഴിഞ്ഞു. ഇപ്പോൾ ഒരു അരമണിക്കൂർ സമയം കൊണ്ട് തന്നെ കറക്റ്റായിട്ട് ബേക്കായി വന്നു കഴിഞ്ഞു. അപ്പോൾ ഞാൻ ആ പാത്രത്തോടു കൂടി പുറത്തേക്ക് എടുത്ത് വെച്ചു. ആ ചൂട് വെള്ളമാണല്ലോ അടിഭാഗത്ത്, അത് ഇതിനകത്തിരുന്ന് തന്നെ അതിൻ്റെ ചെറിയ ചൂട് ഇപ്പോഴും ഉണ്ട്. ആ ചൂട് കംപ്ലീറ്റ് പോകുന്നതിന് മുമ്പ് നമുക്ക് ഡിമോൾഡ് ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടി എളുപ്പമായിരിക്കും. താഴത്തെ കാരമലെല്ലാം നല്ല ലൂസായിരിക്കുവാണ്. നമ്മൾ ജസ്റ്റ് ഒന്ന് ഡിമോൾഡിങ് മാത്രമേ ഉള്ളൂ ജോലി. ഒരു പാത്രം അതിനകത്തേക്ക് നമുക്കൊന്ന് ഡിമോൾഡ് ചെയ്യാം. അങ്ങനെ നമ്മുടെ ക്രീം കാരമൽ ഞാൻ ഡിമോൾഡ് ചെയ്ത് കഴിഞ്ഞു. ഇപ്പോൾ മനസ്സിലായില്ല, ഞാൻ ഏത് മോൾഡിലാണോ വെച്ചത് ആ മോൾഡിലെ ഷേപ്പിലാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ബ്യൂട്ടിഫുൾ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇത് ഇഷ്ടമുള്ള രീതി, സാധാരണഗതിയിൽ നമുക്ക് വെഡ്ജസ് പോലെ, അതായത് ഇങ്ങനെ ഒരു ട്രയാങ്കിൾ ഷേപ്പിൽ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം. അതെല്ലാം നമ്മൾ ഈ സ്ക്വയർസ് ആയിട്ടോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ എടുക്കാം. പക്ഷേ എനിക്ക് തോന്നുന്നു ഒരു വെഡ്ജിൻ്റെ ഷേപ്പിൽ, ഒരു ട്രയാങ്കിൾ ഷേപ്പിൽ എടുക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഈ അളവിൽ നിന്നും ഏകദേശം ഒരു 10 പേർക്ക് കഴിക്കാനുള്ള, 8 മുതൽ 10 പേർക്ക് കഴിക്കാനുള്ള
പുഡിംഗ് ഉണ്ടാകും. അപ്പോൾ ക്രീം കാരമൽ ഉണ്ടാക്കുന്നത് വളരെ എളുപ്പമാണെന്ന് മനസ്സിലല്ലോ. ഇതിൻ്റെ ഒരു ഗുണം എന്ന് വെച്ചാൽ ഇത് ഹോട്ട് പുഡിങ്ങുമാണ്, കോൾഡ് പുഡിങ്ങുമാണ്. ഇതിപ്പോൾ അതേ ഈ ഒരു ചൂടോട് കൂടി തന്നെ നമുക്ക് വിളമ്പാവുന്നതാണ്. നല്ല ക്രീമി ആൻഡ് സോഫ്റ്റ്, വായിലിങ്ങനെ അലിഞ്ഞു പോകുന്ന ഒരു ടെക്സ്ചർ. ഇനി ഇതെടുത്ത് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ച് കഴിഞ്ഞാലോ, ഫ്രിഡ്ജിൻ്റെ താഴത്തെ തട്ടി വെച്ചാൽ മതി, നല്ല തണുത്ത കോൾഡ് പുഡിങ്ങായിട്ടും കഴിക്കാം. അപ്പോൾ തീർച്ചയായിട്ടും പരീക്ഷിക്കുക, എല്ലാവർക്കും ഇഷ്ടമാവും. ക്രീം കാരമൽ ചേരുവകൾ: പാൽ 1/2 ലിറ്റർ, മുട്ട 4 എണ്ണം, പഞ്ചസാര 1/2 കപ്പ്, പാൽപ്പൊടി 4 ടേബിൾ സ്പൂൺ, വാനില എസൻസ് 1 ടീസ്പൂൺ. ഇനി പാകം ചെയ്യുന്ന രീതി: അളവ് പഞ്ചസാരയിൽ നിന്നും 1/4 കപ്പ് എടുത്ത് ചുവട് കട്ടിയുള്ള ഒരു പാത്രത്തിലാക്കി ചെറുതീയിൽ ഉരുക്കി ഗോൾഡൻ ബ്രൗൺ നിറത്തിൽ കാരമലൈസ് ചെയ്ത് പുഡിംഗ് തയ്യാറാക്കുന്ന പാത്രത്തിലേക്ക് ഒഴിച്ച് ഉറയ്ക്കാനായി മാറ്റിവെക്കുക. ബാക്കി 1/4 കപ്പ് പഞ്ചസാരയും 4 മുട്ടയും 4 ടേബിൾ സ്പൂൺ പാൽപ്പൊടിയും 1/2 ലിറ്റർ പാലും ഒന്നിച്ചാക്കി നന്നായി അടിച്ച് യോജിപ്പിക്കുക. ഇതിലേക്ക് വാനില എസൻസും ചേർത്തിളക്കി ഒരു അരിപ്പയിലൂടെ അരിച്ച് പുഡിംഗ് പാത്രത്തിലെ കാരമലൈസ്ഡ് പഞ്ചസാരയുടെ മുകളിലേക്ക് ഒഴിക്കുക. ഇനി ഈ പുഡിംഗ് പാത്രം കുറച്ചുകൂടി വലിയ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം നിറച്ചതിലേക്ക് ഇറക്കി വെച്ച് ചൂടായ അവനിലേക്ക് മാറ്റി 1/2 മണിക്കൂർ സമയം 180 ഡിഗ്രി ചൂടിൽ ബേക്ക് ചെയ്തെടുക്കുക. ക്രീം കാരമൽ റെഡി.